90-ൽ ജനിച്ചവർക്ക് ഈ ഒരു മുഖവും ഈ ഒരു ശബ്ദവും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതായത് നമ്മുടെ പോപ്പ് ക്യൂൻ അലീഷ ആ കാലത്ത് ഉണ്ടാക്കിയ ഓളം എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയായിരുന്നു. അതായത് 1995-ലാണ് ഈ ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ആൽബം ഇറങ്ങിയത്. ഈ ഒരു ആൽബം ഇറങ്ങിയ സമയത്ത് ഇന്ത്യൻ മ്യൂസിക് ഇൻഡസ്ട്രീനെ വരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ആ കാലം വരെ നമ്മൾ എന്താ പറയുക, സിനിമാ പാട്ടുകൾക്കാണ് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായുള്ളൂ. പക്ഷേ ഈ ഒരു ട്രെൻഡ് തന്നെ മാറ്റാൻ കാരണം ഈ ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ആൽബമാണ്. ലതാ മങ്കേഷ്കറും ആശാ ഭോസ്ലെയൊക്കെ തരംഗമായിരുന്ന ഒരു കാലത്ത് ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ വന്ന് ഇന്ത്യയുടെ മൊത്തം കയ്യടി നേടുകയും ഇന്ത്യയുടെ പോപ്പ് ക്വീനായി മാറുകയുമായിരുന്നു അലീഷ ആ കാലത്ത്. പിന്നെ ഇന്ത്യയിൽ മാത്രം 50 ലക്ഷത്തിലേറെ കോപ്പികളാണ് ഈ ഒരു ആൽബത്തിന് വിറ്റഴിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ഒരു നോൺ ഫിലിം ആൽബം ഇത്രയും വിജയം നേടുന്നതും ആദ്യമായിട്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു മ്യൂസിക് വീഡിയോയ്ക്ക് ഇത്രയും എമൗണ്ട് ചെലവാക്കുന്നതും ആദ്യമായിരുന്നു ആ കാലത്ത്. ഈ ആൽബത്തിന്റെ വിജയത്തിന് പിന്നിൽ പ്രധാനി ലണ്ടൻ ആസ്ഥാനമുള്ള പ്രൊഡ്യൂസർ ബിദ്ദു ആണ്. ഡിസ്കോ മ്യൂസിക്കിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ബിദ്ദുവിന്റെ മ്യൂസിക് സ്റ്റൈൽ യൂറോ ഡിസ്കോ വൈബ് മിക്സഡ് വിത്ത് ഇന്ത്യൻ സോളാണ് ഈ ആൽബത്തെ ഇന്നും ഫ്രഷായി നിലനിർത്തുന്നത്. ഈ പാട്ടിലെ മ്യൂസിക് വീഡിയോയിലൂടെയാണ് മിലൻ സോമൻ ഇന്ത്യയുടെ വലിയൊരു ക്രഷായി മാറിയത്. അതുപോലെ തന്നെ മാഗ്ന സൗണ്ട് പുറത്തിറക്കിയ ഈ ഒരു കാസറ്റ് ഇല്ലാത്ത വീടുകൾ അന്ന് കുറവായിരുന്നു. ഹിന്ദി അറിയാത്തവർ പോലും ഈ പാട്ടിന്റെ താളത്തോടൊപ്പം ചുവട് വെച്ചിരുന്നു. പാകിസ്ഥാൻ മുതൽ ലണ്ടൻ വരെ ഈ ആൽബം ചർച്ച ചെയ്യപ്പെട്ടു. മെയ്ഡ് ഇൻ ഇന്ത്യ വരുന്നതിന് മുമ്പേ തന്നെ അലീഷയുടെ ആദ്യ 5 കാസറ്റുകളും ഡബിൾ പ്ലാറ്റിനം സർട്ടിഫിക്കറ്റ് നേടിയിരുന്നു. അതായത് ജാദു, ബേബി ഡോൾ, കാമാസൂത്ര, മഡോണ ഓഫ് ഇന്ത്യ, ബോംബെ ഗേൾ, അങ്ങനെ. മെയ്ഡ് ഇൻ ഇന്ത്യ സോങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ മെഗാ ഹിറ്റ് മ്യൂസിക് വീഡിയോകളിൽ ഒന്നായിരുന്നു. ദേഖാ ഹെ സാരി ദുനിയ എന്ന് തുടങ്ങുന്ന വരികൾ അന്ന് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പാടി നടന്നിരുന്നു. പിന്നെ ലവർ ഗേൾ, അലീഷയുടെ വോയിസിലെ ആ ഒരു സെക്സി ടച്ച് ഏറ്റവും നന്നായി പ്രകടമായ പാട്ടുകളിൽ ഒന്നായിരുന്നു ലവർ ഗേൾ. ഡാൻസ് ഫ്ലോറുകളിൽ അന്ന് ഈ പാട്ട് ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു. കാലത്ത് മിലൻ സോമനാണ് ക്രഷ് എങ്കിൽ ഞങ്ങളെ പോലെയുള്ള ആമ്പിള്ളേർക്ക് അലീഷ തന്നെയായിരുന്നു കേട്ടോ ക്രഷ്. കാരണം അലീഷയുടെ ഒരു പാട്ട് കാണാനൊക്കെ ദൂരദർശനിൽ എത്ര സമയം വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ ലവർ ഗേൾ എന്നുള്ള പാട്ടൊക്കെ കാണാൻ. പിന്നെ അലീഷയ്ക്ക് ഒരു ആൽബം എന്താ പറയുക, ഇന്റർനാഷണൽ ബിൽബോർഡ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഈ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ആൽബത്തിന്. പിന്നെ അതുപോലെ തന്നെ ബെസ്റ്റ് ഫീമെയിൽ പോപ്പ് സിംഗർ ആയിട്ടുള്ള ഫിലിം ഫെയർ അവാർഡും ആ ഒരു പീരീഡിൽ ലഭിച്ചിട്ടുണ്ട്. കാലഘട്ടത്തെ മുഴുവൻ പാട്ട് പാടിച്ചും നൃത്തം ചെയ്യിച്ച ആ ശബ്ദം, ആ കാന്തിക ശബ്ദത്തിന് ഇന്നും ആ ഒരു പഴയ പവർ തന്നെ ഉണ്ടല്ലേ. സോ ലവ് യു Alisha, so your memories never fade. So thanks for watching and see you in the next video. Bye.